ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതിയുടെയും ഗാർഗയുടെയും കണ്ണ് വെട്ടിച്ച് പ്രതാപൻ ഐസിയുവിൻ്റെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ശേഖരന്റെ മുഖത്ത് നിന്ന് ആ ഓക്സിജൻ മാസ്ക് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ അകത്തേക്ക് കയറി വരുന്നത്. ശബ്ദം കേട്ട് പ്രതാപൻ വേഗം പോയിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പാർവതിയും ഗാർഗയും ഡോക്ടറും കൂടെ ശേഖരന്റെ അടുത്തേക്ക് വരുന്നത്. ശേഖരനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയും, സോറി, പേഷ്യന്റ് കോമയിലായിരിക്കുന്നു, ജീവനോടെ ഇരിക്കും, പക്ഷേ പ്രതികരിക്കാനാവില്ല. ഇത് കേട്ട് പാർവതിയും ഗാർഗിയും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി ഡോക്ടറോട് ചോദിക്കും, ഈ അവസ്ഥ മാറില്ല ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയും, അതൊന്നും പറയാൻ പറ്റില്ല, വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് മാറിയേക്കാം, ചിലപ്പോൾ 2 ആഴ്ച മുതൽ 1 വർഷം വരെ വേണ്ടിവരും. അത് പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. ഇതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുമ്പോൾ പ്രതാപം മനസ്സിൽ പറയും, ശേഖരൻ കോമയിലായത് നന്നായി, ഇനി അയാളായിട്ടൊന്നും പുറത്തു പറയില്ലല്ലോ. അതേസമയം ജാസ്മിൻ സുശീലോട് പറയും, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമേ. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വിശാലിനെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കണം. ഇല്ലെങ്കിൽ പോലീസുകാർ വിശാലിനെ കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡ് ചെയ്യും. പിന്നെ ജയിലിൽ നിന്ന് മാത്രമേ അവന് ജാമ്യത്തിൽ ഇറക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് വരും. അപ്പോൾ സുശീല പറയും, അത് പറ്റില്ല, അവനെ ജയിലിലേക്ക് അയക്കാൻ പാടില്ല, നമുക്കിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രഭാവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ സുശീല പ്രഭാവതിയോട് പറയും, ഞങ്ങൾ വിശാലിനെ കാണാൻ സ്റ്റേഷനിലേക്ക് പോവാണ് പ്രഭേച്ചി, അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം. ഇതറിയുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും, ഇവർ സ്റ്റേഷനിൽ ചെന്ന് വിശാലിനെ ജാമ്യത്തിൽ ഇറക്കിയാൽ പ്രശ്നമാവുമല്ലോ, അവൻ ജയിലിലേക്ക് തന്നെ പോകണം. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല, അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സുശീല പറയും, ഏതായാലും ഇറങ്ങിയതല്ലേ, സ്റ്റേഷനിൽ ചെന്ന് അവനെ കണ്ടൊന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം. അപ്പോൾ പ്രഭാതി പറയും, നിങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ടേ ഒരു കാര്യമില്ല, അവനിപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, പോലീസുകാർ അതിന് സമ്മതിക്കില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ വക്കീലെ ഇന്ന് തന്നെ അവന് ജാമ്യത്തിലിറക്കും, വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അവൻ ജാമ്യത്തിലിറങ്ങും. അതേസമയം ഇൻസ്പെക്ടർ വിശാലിനോട് ചോദിക്കും, ആ ശേഖരമേനോൻ രക്ഷപ്പെടുമെന്നാണോ താൻ കരുതുന്നത്? നോ, നെവർ, അയാൾ ഏത് നിമിഷവും മരണപ്പെടും. അതാണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അയാൾ ചത്തു എന്ന് തന്നെ താൻ വിചാരിച്ചാൽ മതി. അപ്പോൾ വിശാൽ പറയും, ഇല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല. ഇതേ താൻ പറഞ്ഞാൽ മതിയോ? ഏതായാലും ഈ കൊലക്കേസിൽ താൻ കൊടുങ്ങുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നൗ യു ആർ എ കൊലയാളി. അപ്പോൾ വിശാൽ പറയും, ഇത് ചതിയാണ് സാർ, നിങ്ങൾക്ക് എന്നെ മനഃപൂർവ്വം ഒരു കൊലയാളിയാക്കി മാറ്റണം. അതിനു വേണ്ടിയാണ് തുടക്കം മുതൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കു വേണ്ടിയോ നിങ്ങൾ എനിക്കെതിരെ ഈ കേസ് ഫ്രെയിം ചെയ്യുകയാണ്, എനിക്കതിപ്പോൾ ബോധ്യമായി. അപ്പോൾ ഇൻസ്പെക്ടർ വിശാലിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കും, നീ എനിക്കെതിരെ പണിയായി നിൽക്കുന്നുവോ? ഞാൻ ഈ കാക്കിക്കുപ്പായി ഇട്ടിരിക്കുന്നത് ആർക്കും സേവ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരുത്തിനെ പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നിട്ട് നീ നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് വിശാലിനെ പിടിച്ച് ലോക്കപ്പിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇനി നിന്റെ സ്ഥാനം എവിടെയാണ്? തൽക്കാലം മോനെ വിശാലെ, നീ ഇവിടെ വിശ്രമിക്കേ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പ് പൂട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറോട് പറയും, സാർ, ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്, പേരുകേട്ട കുടുംബത്തിലൊരു അംഗമാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, അയാൾ ഏത് വലിയ തമ്പുരാനാണെങ്കിലും ശരി, അയാളെ ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്ത ക്രിമിനലാണ്. അപ്പോൾ അയാൾക്ക് ഈ മാന്യതയൊക്കെ കൊടുത്താൽ മതി. അതിനപ്പുറം കൂടുതൽ ബഹുമാനവും സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇവിടെ ആർക്കും ഇയാളോട് വേണ്ട. അപ്പോഴാണ് ഫോറൻസിക് റിപ്പോർട്ട് കൊണ്ട് ഒരു പോലീസ് വന്ന് ഇൻസ്പെക്ടറിന് കൊടുക്കുന്നത്. അത് വായിച്ചതിന് ശേഷം ഇൻസ്പെക്ടർ പോയിട്ട് വിശാലിനോട് പറയും, സാധാരണ 1 ദിവസം മുതൽ 1 മാസം വരെ എടുക്കും ഫോറൻസിക് റിപ്പോർട്ട് വരാൻ. ഇതിപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് റിപ്പോർട്ട് വേഗത്തിലാക്കിയത്. താൻ എന്താ പറഞ്ഞത്? ശേഖരമേനോനെ വെടിവെച്ചത് താനല്ല മറ്റാരോ ആണ് എന്ന് അല്ലേ? താൻ പറഞ്ഞത് കള്ളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വിശാലെ. ഈ റിപ്പോർട്ട് പ്രകാരം ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തൻ്റെ തോക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന ബുള്ളറ്റാണ്. അതായത് തൻ്റെ തോക്കിലെ ബുള്ളറ്റ് തന്നെയാണ് ശേഖരമേനോന്റെ ദേഹത്ത് തറച്ചത്. താൻ തന്നെയാണ് ശേഖരമേനോന് വെടിവെച്ചത്. അതിപ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് തന്നെ എനിക്ക് തന്നെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. അപ്പോൾ വിശാൽ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ തനിക്ക് മനസ്സിലാക്കി തരാടാ എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പിൽ കയറിയിട്ട് വിശാലിനിട്ട് കുറെ പൊട്ടിക്കുകയാണ് കേട്ടോ ഇൻസ്പെക്ടർ. അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് പാർവതി വരുന്നത്. അപ്പോൾ വിശാൽ പാർവതിയോട് ചോദിക്കും, നീ എന്തിനാ പാർവതി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ പാർവതി പറയും, സാർ ഇതിനകത്ത് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ മനസ്സമാധാനം ഉണ്ടാകും? എനിക്കിതൊന്നും കാണാൻ വയ്യ. അപ്പോൾ ഇൻസ്പെക്ടർ പാർവതിയോട് പറയും,
ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ പാർവതി പറയും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, എനിക്ക് ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. വിശാൽ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യാനാവില്ല. വെടിയേറ്റ് കിടന്ന ശേഖര മുത്തശ്ശൻ തന്നെയാണ് ഇത് എന്നോട് പറഞ്ഞത്. വിശാൽ സാർ അല്ല അദ്ദേഹത്തെ വെടിവെച്ചതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, ഭർത്താവ് ആദ്യം ഇതേ കള്ളം പറഞ്ഞതാണ്, ഭാര്യ അത് ആവർത്തിക്കാൻ വന്നതാണോ? എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ വിശാൽ തന്നെയാണ് ശേഖര മേനോനെ വെടിവെച്ചത്. അത് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ താണ്ഡവം ആടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അപ്പോൾ വിശാൽ പാർവതിയോട് പറയും, നീ ഇനി ഇവിടെ നിൽക്കണ്ട പാർവതി, ഈ കേസ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ പാർവതി പറയും, ഞാൻ പോവില്ല വിശാൽ സാർ, സാറിന് ജയിലിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഇൻസ്പെക്ടറിനോട് പറയും, വിശാൽ സാറിനെ വെറുതെ വിടണം, സാറിന് പകരം എന്നെ പ്രതിയാക്കിക്കോ. വിശാൽ സാറിനെ വെറുതെ വിട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോ. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, നീ പോയില്ലെങ്കിലേ നിന്നെ ഇറക്കി വിടാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്പെക്ടർ പാർവതിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് തള്ളാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് വരുന്ന അഡ്വക്കേറ്റ് രാധിക ഇൻസ്പെക്ടറിനോട് ചോദിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്താ ഇത് സാറേ? അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും, അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ അഡ്വക്കേറ്റ് രാധിക. എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, താൻ ഇവിടെ എന്താ ഈ പെൺകുട്ടിയോട് കാണിച്ചത്? ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ ആരാ സാറിന് അധികാരം തന്നത്? പോലീസ് ട്രെയിനിങ്ങിൽ സാർ ഇതാണോ പഠിച്ചത്? IPC സെക്ഷൻ 354 അനുസരിച്ച് കാക്കിയും തൊപ്പിയും നക്ഷത്രവും ഒക്കെ ഊരിവെച്ച് കുറച്ചു കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ട കേസാണിത്. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും, ഇത് പറയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോൾ അഡ്വക്കേറ്റ് പറയും, പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രമല്ല, സാർ ഇപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിത്തരാനും എനിക്കറിയാം. സാറും ഞാനും നിയമം സംരക്ഷിക്കാൻ വേണ്ടിയാണ് യൂണിഫോം ഇടുന്നത്. ഞാനിവിടെ നിൽക്കുന്ന വിശാലിൻ്റെ വല്യമ്മ ലളിതാദേവി പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലളിതാദേവിയെക്കുറിച്ചും അവരുടെ സ്വാധീനത്തെക്കുറിച്ചും നിങ്ങൾ കേട്ടു കാണുമല്ലോ. എനിക്കറിയേണ്ടത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശാലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്? വിശദമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷമാണോ നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അപ്പോൾ ഇൻസ്പെക്ടർ പറയും, സ്പോട്ടിൽ ഞാൻ എത്തുമ്പോൾ വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന തോക്കുമായിട്ട് വിശാൽ ശേഖരമേനോന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. വിശാൽ തന്നെയാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ശേഖരമേനോനെ വെടിവെച്ചത്. അപ്പോൾ പാർവതി പറയും, അല്ല മേഡം, വിശാൽ സാർ അല്ല വെടിവെച്ചതെന്ന് ശേഖര മുത്തശ്ശൻ എന്നോട് പറഞ്ഞതാണ്. മുത്തശ്ശൻ വെടിയേറ്റ് വീണ നേരത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് പറയും, മിസ്റ്റർ ഓഫീസർ, തോക്ക് കയ്യിലുണ്ടായിരുന്നു എന്ന് കരുതി വിശാൽ കൃത്യം ചെയ്യണമെന്നില്ല. ശേഖര മേനോനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വിശാൽ വെടിവെച്ചതെങ്കിൽ അയാൾ മേനോന്റെ നെറ്റിയിലോ നെഞ്ചിലോ വെടിവെക്കുമായിരുന്നു. അതും ഒരു ബുള്ളറ്റിൽ തീർക്കില്ല. മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി മാറി മാറി ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ വിശാൽ അത് ചെയ്തില്ല. എന്നിട്ട് വിശാലിനോട് ചോദിക്കും, ശേഖര മേനോന് വെടിയേൽക്കുമ്പോൾ വിശാലും മേനോനും തമ്മിൽ ഏകദേശം എത്ര അടി അകലുണ്ടായിരിക്കും? അപ്പോൾ വിശാൽ പറയും, പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലാണ് ഞാൻ നിന്നത്. അത് കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് ഇൻസ്പെക്ടറോട് പറയും, പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നാണ് വിശാൽ അയാളുടെ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്തതെങ്കിൽ ആ ബുള്ളറ്റ് മേനോന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറി പുറത്തു പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ബുള്ളറ്റ് മേനോന്റെ ശരീരത്തിൽ ആഴത്തിൽ ഇറങ്ങാതെ തോളിൽ തറയ്ക്കുക മാത്രമാണ് ചെയ്തത്. ദാറ്റ് മീൻസ് വെടിവെച്ചത് കുറച്ച് ദൂരത്ത് നിന്നാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയും, ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ശേഖര മേനോന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബുള്ളറ്റ് വിശാലിന്റെ തോക്കുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയും, ആയിക്കോട്ടെ, ആ ബുള്ളറ്റ് വിശാലിന്റെ തോക്കിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചെടുത്ത് ശേഖര മേനോനെ വെടിവെച്ചതാണെങ്കിലോ? എന്തായാലും ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഇത് പറയുന്ന അഡ്വക്കേറ്റ് രാധികയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.